അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ.
അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവെ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും, കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ അവർ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ റിൻസി ജോസഫ് എന്ന് പറഞ്ഞ മോളെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. നല്ലൊരു രസമുള്ള സാക്ഷ്യമാണ് ഈ ദിവസം. അപ്പം അവർക്ക് 4ാമത്തെ കുഞ്ഞിനെ വേണം. അപ്പം അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവർ ഉടമ്പടി, നല്ല പക്ക ഉടമ്പടിയിലാണ്. മാതാവിനോട് പറഞ്ഞ്, മാതാവ് ഇതിൽ ആൺകുഞ്ഞെ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അമ്മയോടവർക്ക് ഇങ്ങനെ ഉടമ്പടി ത്രൂ കമ്മ്യൂണിക്കേഷനുള്ള ആ സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പം അമ്മ രാത്രി ഇവളോട് സംസാരിച്ചു, നിനക്ക് ആൺകുഞ്ഞാണ് ലഭിക്കാൻ പോകുന്നത്, അവൻ്റെ പേരിൽ അവന് എൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നീ അവന് മിഖായേൽ മറിയം എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാർക്കൊക്കെ പേരിടുന്നില്ലേ? അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെയൊക്കെ പേരിടുമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കാനാണ്, ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. നമ്മളുടെ ഒരു 1970 ശേഷമുള്ള 75 ശേഷമുള്ള മാതാപിതാക്കന്മാർക്ക് എവിടെയോ വെച്ച് സഭയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ആ കാലങ്ങളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ ആളൊക്കെ ഒന്നും ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സഭയിൽ ലോകാരൂപികൾ കൂടിയായിരുന്നു. പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഈ പഴയ അരൂപി തിരിച്ചു വരാൻ തുടങ്ങിയത്. പഴയ അരൂപിലേക്ക് സഭ തിരിച്ചു വരാൻ മതി. ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാരെല്ലാം അൺക്രിസ്ത്യൻ പേരുകളാണ് മക്കൾക്കിട്ടത്. അത് അവരെ വളർത്തുന്ന പട്ടിയുടെ പേര് വരെ ഇട്ടിട്ടുള്ളവരുണ്ട്. അവരെ വളർത്തണമെന്നല്ല, അറിയാത്തില്ല, ഒരു പേരിട്ട് വെക്കും. എന്തെങ്കിലും തിരക്ക് പിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേരായിരിക്കും. അത്രയും വളരെ മോശമായി പോയായിരുന്നു. അല്ല, അത് പേരിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് ജാതിയും വർഗീയതയൊന്നും അല്ല പ്രശ്നം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം പോയൊരു തലമുറയാണ് അവിശ്വാസമായ പേരുകൾ ഇട്ടത്. അത് ഇപ്പോൾ ഇതുമാത്രം പല പേരുകളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ ക്രിസ്ത്യനാണ് ചേർക്കാൻ വേണ്ടി അപ്പൻ്റെ പേരോട് ചേർത്തായിടണത് എന്തൊരു ബാധ്യതയാണ്. അപ്പൻ്റെ പേരോട് ചേർത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അത് ക്രിസ്ത്യൻ പേരാണെന്ന്.
ക്രിസ്ത്യൻ പേരാണെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നീട് വന്ന ഒത്തിരി ഒരു 2000-ന് ശേഷം ബിബ്ലിക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനാണോ നോൺ ക്രിസ്ത്യാനാണെന്ന് അറിയത്തില്ലെങ്കിലും ആ പേര് ബിബ്ലിക്കലായിരിക്കും. അത് നല്ലൊരു ശതമാനം പേരും അങ്ങനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം പോലുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയല്ല. ഈ റിൻസി ജോസഫ് മാതാവ് പറയണത് അവൻ ആൺകൊച്ചാണെങ്കിലും അവന് മറിയോ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കാര്യം എന്തിനാണ്? എൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര രണ്ട് വിഷയമാണ്. ഇനി റിൻസി ജോസഫിൻ്റെ വിശ്വാസ നിലവാരം 2 സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വിറങ്ങലിക്കണ കാണാം. ഒരു പ്രാവശ്യം വിറങ്ങലിച്ചെന്ന് പറയണത്, ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ സ്പൈനൽ കോഡ് കാണാനില്ല, അതുകൊണ്ട് ഇത് പെങ്കൊച്ചകാരാണ് സാധ്യത എന്ന് പറയും. അപ്പോൾ ഇവളുടനെ ഡെസ്പായിട്ട് മാതാവിനോട് പറയും, മാതാവ് ഞാൻ നിന്നോട് ആൺകൊച്ചല്ലേ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ആശുപത്രിയുടെ സ്കാനിങ് റൂമൊക്കെ ചാര കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസിയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? അപ്പോൾ ഈ റിൻസി പറയണത് ഇൻക്ലൂഡിങ് ദ കർട്ടൻ ക്ലോത്ത് ഇതെല്ലാം സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സെക്കൻഡിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് കാണുകയും ഇത് ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. അപ്പോൾ അവൾ പറയണത്, ആ കുട്ടി പറയണത്, മാതാവ് എൻ്റെ ആശങ്കകൾ കേട്ട് നേരിട്ട് അവിടെ സഞ്ചാരി മാതാവ് എത്തിയാണ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയണം. പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് മിഖായേൽ മറിയോ എന്നാണ്. അപ്പോൾ ഇവൾക്ക് വേറൊരു പ്രശ്നം വന്നായിരുന്നു. മിഖായേൽ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും 6 ചേർത്തുള്ള പേരാണ്. അപ്പോൾ ദൈവമായിട്ട് ഗുസ്തിയാണ്. ഒരു പേരുണ്ടാക്കി അതിനെ ഋതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതാണ് നമുക്ക് വരുന്ന പ്രശ്നമേ. ദൈവം ആലോചന ഒന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് കീച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പാളത്തേക്ക് കയറി സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കും, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ പറഞ്ഞ അവരൊരു മിഖായേലാണ്. അപ്പോൾ ഇവൾ പറഞ്ഞ് 6 ആണല്ലേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, എങ്ങനെയാണ് മിഖായേൽ 6? അപ്പോൾ ഇവർക്ക് അത് ശരിയാണോ, എനിക്ക് കേട്ടതാണോ എന്നറിയാൻ പറ്റാതെ ഇവൾ വിശ്വാസപ്രമാണം ചൊല്ലി വചനം എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മിഖായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കിട്ടി. ആ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവൾക്ക് ബോധ്യമായി ആ അമ്മയാണ് അത് ചെയ്തതെന്ന്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിൻസി ഒരു 90% ഉടമ്പടിയിലാണ്. ഈ 90% ഉടമ്പടിയിലാകുമ്പോഴാണ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വരണത്. ഇപ്പോൾ നമ്മളെപ്പോഴും നിങ്ങൾ ഉടമ്പടികളിൽ പുതുക്കുമ്പോഴേ, നിങ്ങൾ പുതുക്കുമ്പോൾ പേപ്പർ പുതുക്കിയ നിറം മാറ്റണമല്ല പ്രശ്നം, മറിച്ച് ഉടമ്പടി അതനുസരിച്ച് വളർന്നു വരുന്നവർ ദൈവാനുഭവത്തിലും ദൈവസാക്ഷ്യത്തിലും വളരുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു വളർച്ച എന്നൊക്കെ വേണം. അല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അവർ പറയണത് ജോലി കിട്ടാനാണ്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ കിട്ടാനാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ബാങ്കിൽ പോയാൽ പോരെ. അതുപോലെ തന്നെ വിസ പുതുക്കാനാണ്. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആ നിയോഗം നിറവേറുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവർക്ക്, എൻ്റെ മക്കളെ, ദൈവം തന്നെയായിരിക്കണം നിയോഗത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ നിയോഗം. റിൻസി ജോസഫിന് സാക്ഷ്യം പറയാൻ ഭയങ്കര ചളിപ്പായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മ അവൾക്കൊരു വചനം കാണിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അവൾക്കത് പരസ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ട് വചനം കാണിച്ചു കൊടുത്തു. പ്രഭാഷകം 15:5 എടുത്ത് അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യേ സംസാരിക്കാൻ, അതാണ് വിഷയം, സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അപ്പം നമ്മൾ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ശരിക്കും. അത് അവൾക്ക് കൊടുത്തു. അവൾ ടിക്കറ്റ് പോലെ സാക്ഷ്യം പറഞ്ഞാൽ കേൾക്കാം. പരിസമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും പരിസമ്മയ്ക്കും കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് എലിസബത്ത്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോൾ സേറ, ഇത് എൻ്റെ അമ്മ. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത്. ഇത് പറയുന്നതിന് വൈകിപ്പോയതിന് ഞാൻ ഈശോയുടെ മാതാവിനോടും
ക്ഷമ ചോദിക്കുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വൈഫ് ചേച്ചി എന്നോട് കൃപാസനത്തെപ്പറ്റി പറയുകയും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മേ, എനിക്കൊരു കുഞ്ഞ് തന്ന് അനുഗ്രഹിക്കുവാണെങ്കിൽ കൃപാസനത്തിൽ എൻ്റെ കുഞ്ഞിനെയും വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേരുകയുണ്ടായി. അങ്ങനെ എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി ജമാ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈശോയുടെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് 5-ാം മാസത്തെ സ്കാനിന് ശേഷം എനിക്ക് സെർവിക്സിന് ഒരു പ്രശ്നമുണ്ടെന്നും അങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള മാസങ്ങളിൽ ഫുൾ ബെഡ് റെസ്റ്റിലാണ് കഴിഞ്ഞിരുന്നത്. അതിനിടയ്ക്ക് പലപ്പോഴായിട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായി. 7-ാം മാസം ഡോക്ടർ നേരത്തെ ഡെലിവറി നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ NIC വെക്കാതെ കിട്ടണമേ എന്ന് ഈശോയോട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. 8-ാം മാസം എനിക്ക് പെട്ടെന്നൊരു പനി വരികയും അങ്ങനെ എനിക്ക് BP ചെറുതായിട്ടുണ്ടായിരുന്നു. എന്ന് 8-ാം മാസത്തെ പനിയോടെ എനിക്ക് BP വളരെയധികം കൂടി. അങ്ങനെ BPയുടെ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് വരണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ BP വളരെയധികമായി കൂടുകയും അങ്ങനെ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് തലവേദനയും കൂടി ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഫിക്സിന് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു ഫിക്സിനുള്ള മെഡിസിൻസൊക്കെ തന്നു. അത് കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് അനക്കം കുറയുകയും എൻ്റെ BP 200 വരെ ആകുകയും ചെയ്തു. അപ്പോൾ എമർജൻസി ആയിട്ട് എന്നെ സിസേറിയൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി, ഡെലിവറി ടൈമിൽ എനിക്ക് എന്തോ സംഭവിക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ സിസേറിന് കയറ്റുന്ന തൊട്ട് മുമ്പ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ, എനിക്ക് കൃപാസനത്തിൻ്റെ കുഞ്ഞിനെയുമായി വന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ്. എൻ്റെ കുഞ്ഞിന് ജീവൻ ഒരു അബദ്ധമുണ്ട്, അത് അമ്മ കാത്തോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് സിസേറിന് തൊട്ട് മുൻപ് എന്നെ സിസേറിയൻ ചെയ്തിരുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് നന്മധർമ്മേ ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ സിസേറിയൻ സമയത്ത് മുഴുവൻ നന്മധർമ്മേ ചൊല്ലിക്കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മയും ആൻറ്റിമാരും എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാതൊരു അബദ്ധം കൂടാതെ സിസേറിയൻ കഴിയുകയും കുഞ്ഞിനെ ഒരു അബദ്ധം കൂടാതെ ലഭിക്കുകയും ചെയ്തു. കുഞ്ഞിന് 8.5 മാസം ആയിരുന്നുള്ളെങ്കിലും കുഞ്ഞിന് ആവശ്യമുള്ള വെയിറ്റ് ഉണ്ടായതുകൊണ്ട് NIC വെക്കേണ്ട ആവശ്യവും വന്നില്ല. എന്നാലും എൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്നെങ്കിലും എനിക്ക് BP നോർമലായിരുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് 3 ദിവസം ICU കഴിയേണ്ടി വന്നു. എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനും എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തുണ്ടാതെ ഈശോയും മാതാവും കാത്തു സംരക്ഷിച്ചതിനും ഈശോയ്ക്ക് മാതാവിനും കോടാനുകൂടി നന്ദി. എനിക്കിവിടെ വരാനും ഈ സാക്ഷ്യം പറയാനും വളരെയധികം വൈകിപ്പോയതിന് ഈശോയുടെ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2026 ഏപ്രിൽ 17-ാം തീയതിയാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം തരണമേ എന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം പ്രത്യക്ഷണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് തിരിയിൽ മാതാവിൻ്റെ രൂപം കാണുവാനും തിരുനാളിൽ മാതാവിൻ്റെ ഹൃദയം കാണുവാനും എനിക്ക് സാധിച്ചു. അതുപോലെ മാതാവിൻ്റെ സാന്നിധ്യവും എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വഴിയും ധാരാളം അനുഗ്രഹം ഉണ്ടായി. അതിലൊന്ന്, എൻ്റെ കാലിൽ വിരലിന് കുറേ നാളുകളായി ഒരു മരവിപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം കാലിൻ്റെ വിരലിന് നല്ല വേദന ഉണ്ടാകുകയും അതേ തുടർന്ന് ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ കാലിൽ തൂത്തു. അധികം താമസിക്കാതെ എൻ്റെ കാലിലെ വേദന പൂർണ്ണമായിട്ട് മാറി. അതുപോലെ കിണറ്റിൽ വെള്ളം വളരെയധികം താഴ്ന്നിരുന്നു. അതുപോലെ മോട്ടർ ഇടാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിൽ ഇട്ടു. പിറ്റേ ദിവസം മോട്ടർ ഇട്ടപ്പോൾ ധാരാളം വെള്ളം ലഭിക്കുകയും പിന്നെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുകയും ചെയ്തില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചേരുന്ന കൃപാസന പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പള്ളികളിലും കേട്ട് കൊടുക്കുമായിരുന്നു. പറ്റുന്നവരോടൊക്കെ ഈശോനെ മാതാവിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് പാവങ്ങളെയൊക്കെ സഹായിക്കുമായിരുന്നു. പറ്റുന്ന സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥന ഞായറാഴ്ചകൾ വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. അതുപോലെ തന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ജപമാല ചൊല്ലുകയും ഉടമ്പടി ധ്യാനം മുടക്കാതെ കൂടുകയും ചെയ്യുക. ഇത്രയും അനുഗ്രഹം നൽകുന്ന ഈശോയ്ക്ക് മദനം കോടാനോട് നന്ദി. സങ്കീർത്തനങ്ങൾ 145, 18 മുതലുള്ള വാക്യങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എലിസബത്ത് സെബാസ്റ്റ്യൻ ചങ്ങനാശ്ശേരി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയിലേക്ക് വരുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനൊക്കെ സാധിക്കുകയത്. തനിക്ക് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നതും എന്നാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹമാണ് ഇവർക്ക് ഈ കുഞ്ഞ്. അത് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടിയിലേക്ക് കടന്നു, കാരണം
ആദ്യം കുറച്ച് ദിവസങ്ങൾ കുഴപ്പമില്ലായിരുന്നെങ്കിലും 5-ാം മാസം മുതൽ തുടർച്ചയായിട്ടുള്ള തടസ്സങ്ങളും BP ഒക്കെ കുറയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ഉറച്ച പ്രാർത്ഥന തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും യാതൊരു വിധമായ കുഴപ്പമില്ലാതെ കണ്ട പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം ഈ കുടുംബത്തോട് ഉണ്ടായിരുന്നതും അത് തൻ്റെ ജീവിതത്തെ ഉടമ്പടിയിലേക്ക് ക്രമപ്പെടുത്തുവാനും പ്രാർത്ഥന ചെയ്ത് വളരുവാനും അതിനോട് ചേർന്നുകൊണ്ടാണെങ്കിലും തനിക്ക് നേരിട്ടിരുന്ന ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങൾ, അത് കാലിലെ മരവിപ്പാണെങ്കിലും അത് മറ്റു രീതിയിലുള്ള അസ്വസ്ഥതകളും അത് മാറാനൊക്കെ ആയിട്ട് സഹായിച്ചത് ഉടമ്പടി വസ്തുക്കളോട് ഉടമ്പടി തൈലത്തോടൊക്കെ ചേർത്ത് വെച്ച വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകൾ തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ഈ കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധമായ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നമ്മുടെ ഓരോ നിയോഗങ്ങളിലും ആവശ്യങ്ങളും പരിശുദ്ധമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനോർത്ത് തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഗ്രേസി. എൻ്റെ ഓമനപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ 2 മക്കളാണ്, അക്ഷയും ആദർശും. ഞാൻ 2020 ജനുവരി മാസം 4-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഇളയ മകൻ 3 വയസ്സ് മുതൽ അവന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒത്തിരി വലിയ പ്രശ്നങ്ങളായിരുന്നു. അവന് ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് പോലും ഇവനെ അടക്കി നിർത്താൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇവൻ സംസാരിക്കാതെയായി, 3 വയസ്സ് തൊട്ട് ഇവൻ സംസാരിക്കാതെയായി. ഞാൻ ആ സമയമെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 3 വർഷവും ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ ഇവനെയും കൊണ്ടുപോയി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. 3-ാമത്തെ വർഷം അച്ഛൻ ആ സമയം ഒറ്റമശ്ശേരിയിലെ തങ്കിപ്പള്ളിയിൽ അച്ഛൻ്റെ രാത്രി ആരാധന അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവനെ അന്ന് രാത്രി ആരാധനയിലും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവനെ തലയിൽ കൈവച്ച് അച്ഛൻ ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇവൻ്റെ പെരുമാറ്റത്തിലും എല്ലാം പ്രത്യേകമായൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇവൻ സംസാരിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ പിന്നെ ഇവൻ്റെ സംസാരം നിർത്താൻ പറ്റാത്ത രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് 3 വയസ്സിൽ അംഗനവാടിയിൽ ചേർത്തപ്പോൾ ഇവന് സ്കൂളിലിരിക്കുവാൻ ഒട്ടും പറ്റത്തില്ല. മറ്റു കുട്ടികൾക്ക് ശല്യം, നാട്ടിലും അയൽവക്കത്തും എല്ലാവരും ഇവനെക്കുറിച്ച് പരാതി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെ കൊന്നുകളഞ്ഞേക്കാം എന്നുപോലും ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇവനെക്കൊണ്ട് സഹിക്കില്ലായിരുന്നു. ഈ അച്ഛൻ അവൻ്റെ തലയ്ക്കായി വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ഒത്തിരി അവന് സൗഖ്യം കിട്ടി. അവൻ ഒരു നല്ല മകനായി ഇപ്പോൾ. പണ്ട് ഇവനെക്കൊണ്ട് എല്ലാവരും പരാതി പറഞ്ഞിരുന്ന അവന് ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ അവനെ വേണ്ടാത്തവരാരുമില്ല. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ ഉത്തരവാദിത്തത്തോടെ, ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്ത അവൻ്റെ കൂടെയുള്ള അവൻ്റെ ചേട്ടനേക്കാളും നന്നായിട്ട് അവനിപ്പോൾ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 10 വർഷമായി സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട് അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാളുകളായിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരു മറുപടിയുമില്ലായിരുന്നു. അപേക്ഷയിൽ പെട്ടെന്ന് തീരുമാനം മാതാവ് ഇടപെട്ട് തിരുക്കുമാരനും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഞങ്ങളുടെ പേര് വരികയും വീട് സ്ഥലവും ഒന്നിച്ച് അനുവദിച്ചു. ആ വീട് പണി നടക്കുന്ന സമയത്ത് 1 രൂപ പോലും കയ്യിലായിരുന്നു. ആദ്യം 40,000 രൂപ അനുവദിച്ചു. ആ പൈസ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എൻ്റെ കടങ്ങൾ വീട്ടി. പിന്നീട് പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വിളിച്ച് പണി തുടങ്ങണില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു വഴിയുമില്ല. ആ സമയം ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നതാണ്. അപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് അവരോരോരുത്തരായി പൈസ എല്ലാം തന്ന് ഇതാന്ന് പറയുന്നുമ്പോൾ ഓരോ ഘട്ടം വീടിൻ്റെ വാർപ്പ്, വീടിൻ്റെ തേപ്പ്, വൈറ്റ് വാഷിംഗ് എല്ലാ കാര്യങ്ങളും ഓരോ മക്കൾ ഏറ്റെടുത്ത് അത്ഭുതകരമായാണ് എല്ലാവർക്കും ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവരും പറഞ്ഞു ഗ്രേസിയുടെ മക്കളും ദൈവം അനുഗ്രഹിക്കപ്പെട്ട മക്കളാണെന്നവരെല്ലാവരും പറഞ്ഞു. അതിനിടയ്ക്ക് സ്ഥലം ആദ്യം അനുവദിച്ചപ്പോൾ അതിനിടയിലൊരു തടസ്സം ഉണ്ടായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു വെച്ചാൽ സ്ഥലം കിട്ടാൻ ഒരു തടസ്സം വന്നിട്ടുണ്ട് അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് കാശുരൂപം തന്നിട്ട് പറഞ്ഞു, മോൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിറ്റേ ആഴ്ച തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക്
തടസ്സങ്ങൾ മാറി, എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ മാറി തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒക്ടോബർ മാസം 11-ാം തീയതി തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി. പിന്നീടാണ് വീട് പണിയെല്ലാം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ പണ്ട് 10 വർഷത്തിന് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ബാധ്യത ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ബാധ്യത വർദ്ധിച്ച് 25 ലക്ഷമായി എൻ്റെ പേരിൽ ഒരു ജപ്തി നോട്ടീസ് വന്നു. ഞാൻ ആകെ തകർന്നു പോയി. എനിക്കൊരു വഴിയില്ല, ഈശോയും അമ്മയോടും അല്ലാതെ വേറെ ഒന്നും എനിക്കൊരു വഴിയില്ലായിരുന്നു. ഞാൻ ജപ്തി നോട്ടീസുമായി അന്ന് തന്നെ ഓടി കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ജപ്തി നോട്ടീസ് കാണിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ചു, മോളെ നീ പൊയ്ക്കോ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായിരുന്നു ആ കേസ്, അത് തീർപ്പാക്കൽ കൂടിയായിരുന്നു അതിൻ്റെ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപവും ഉപ്പുമായി ആ ഓഫീസിൽ ചെന്നു. അവർ വരുന്നുമ്പ് തന്നെ ഞാൻ ഉപ്പ് അവിടെ ഇട്ട്, ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ആ ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാം പറഞ്ഞു. എനിക്കൊരു ചതിവ് പറ്റിയത് മൂലമാണ് ആ ബാധ്യതകളെല്ലാം എൻ്റെ പേരിൽ വന്നെന്ന് അവർക്ക് മനസ്സിലായി. മാതാവും ഈശോയും അവിടെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ എൻ്റെ അവസ്ഥകൾ അവിടെ അവർക്ക് മനസ്സിലാക്കുകയും എന്നോട് കരുണ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും മാത്രം ഇതാണെന്ന് ഞാൻ ആശ്രയിക്കുന്നത്. എനിക്കൊരു കഴിവുമില്ല, ഒരു യോഗ്യതയുമില്ല. ഈശോയും അമ്മ മാതാവ് ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്കത്. എനിക്ക് ആത്മഹത്യയല്ല, വേറെ ഒന്നും ചെയ്യാൻ എനിക്കില്ലായിരുന്നു. അതിൽ നിന്നും എന്നെ ഈശോയും അമ്മ മാതാവും അതിൽ നിന്ന് ഒഴിവാക്കി എന്നെ രക്ഷിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഈ മകൻ തന്നെ എൻ്റെ ഇളയ മകൻ കഴിഞ്ഞ മാസം ഒരു കാലിലൊരു വലിയൊരു മണ്ണ് നിറച്ച ട്രോളി മറിഞ്ഞ് വീണ് അവൻ്റെ അതിൻ്റെ അടിയിലായി. 2 അസ്ഥികൾ ഒടിഞ്ഞു. വണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞ് 2 അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട്, 2 അസ്ഥിയും സർജറി ചെയ്യണം, പ്ലേറ്റ് ഇട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 13 ദിവസം അവിടെ കിടന്നു. 10ാമത്തെ ദിവസം സർജറി ആയിരുന്നു. അന്നേരം സർജറിക്ക് കയറ്റിയപ്പോൾ ഡോക്ടർ ഒരു 10 മിനിറ്റിന് കൊണ്ട് തന്നെ സർജറി ഞങ്ങൾ പേടിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 10 മിനിറ്റിന് ശേഷം ആദർശിൻ്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു കിറ്റ് കൈ തന്നിട്ട് പറഞ്ഞു ഇവന് 2 അസ്ഥിയുടെ ഓപ്പറേഷനായിരുന്നു. പക്ഷേ ഒരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു അസ്ഥി അവിടെ കൂടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഈ സർജറി കിറ്റ് അമ്മ കൊണ്ടുപോയി കടയിൽ കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ, അതിന് നമ്മൾ വാങ്ങിച്ച സാധനം അവർ തിരിച്ചെടുക്കുമോയെന്ന് അറിയില്ലല്ലോ. അത് ഞാൻ ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ആ കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സർജറി വേണ്ടി വന്നില്ല ഒരെണ്ണം, അതുകൊണ്ട് ഇതൊന്ന് എടുത്തിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. അവരതുപോലെ തന്നെ അതിൻ്റെ പൈസയും തിരിച്ചു തന്നു. അങ്ങനെ മാതാവ് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തിരിക്കുമാരനും അമ്മയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു. എനിക്ക് കാലിന് മുട്ടുവേദന വരുമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഞാൻ പല മരുന്ന് കഴിച്ചിട്ടും ഒന്നും മാറത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മക്കൾക്കും എൻ്റെ ആദർശിനും അക്ഷയ്ക്കും ഞാൻ രാവിലെ എല്ലാ ദിവസവും സ്കൂളിൽ പോകും മുൻപ് 3 തുള്ളി എടുത്ത് നെറുകയിലിടും. കൃപാസനം തേനും ഒക്കെ കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ആത്മീയത. ഈ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ അവൻ പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം അവൻ ദിവസവും എൻ്റെ ഒപ്പം ദിവ്യബലിയിൽ ദിവസവും വരികയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പോകും. ബൈബിൾ വായനയും, എനിക്ക് ബൈബിൾ വായനയൊന്നും പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ആത്മീയമായിട്ട് ഒന്നുമില്ലായിരുന്നു. വെറും 0 ആത്മീയതയിൽ. ഞാൻ ബൈബിൾ എനിക്ക് ഉത്സാഹത്തോടെ വായിക്കുവാനും ദിവസം ഒന്നും മുടങ്ങാതെ വായിക്കുവാനും ഒരു സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ ഞാൻ വായിക്കുകയും 2ാം തവണ വീണ്ടും ഞാനിപ്പോൾ ആദ്യം മുതൽ വായിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അത് എപ്പോഴും എനിക്ക് ഈശോയോടും മാതാവിനോട് കൂടെ നിൽക്കുന്ന ഒരനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ട് മാതാവും ഈശോയും ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസനത്തിൽ നിത്യവും എല്ലാ മാസവും ഒരു സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശാക്കോട്ടപ്പാലത്തിൻ്റെ അടുത്താണ് ഞാൻ വീട്ടുജോലിക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരിച്ചിരി സമയം നേരത്തെ ഞാൻ ഇറങ്ങിയാൽ നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കൾക്കും വേണ്ടി ഓരോരുത്തരും എന്നോട് പറയും ഗ്രേസി ഞങ്ങൾക്ക് ഓരോ ദുരിതങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എന്തോ എൻ്റെ കഴിവല്ല, എന്നാലും അവർ പറയും ഗ്രേസി മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടി ഗ്രേസി എന്ന് പറയും. ഞാൻ പറയും
അത് എൻ്റെ കഴിവല്ല, നിങ്ങളും കൃപാസനത്തിൽ അമ്മയോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് ഈ ആശുപത്രി കിടന്നപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ നിരന്തരം പ്രാർത്ഥനയും ജപമാലയും നടത്തുമ്പോൾ ഒത്തിരി പേര് അക്രൈസ്തവരാണ്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളും. അവരെല്ലാം ഈ ഉപ്പെല്ലാം വാങ്ങിച്ച് അവരും ആ രോഗികൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഡിസംബർ മാസത്തിൽ ഗ്രേസിലെ വീട്ടിൽ വരും. ഞങ്ങൾ കൊല്ലത്തും അകലെയൊക്കെ ഉള്ളവരാണ്. അവർ പറഞ്ഞ് ഗ്രേസിലെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെയും കൊണ്ടുപോയി കൃപാസനത്തിൽ കൊണ്ടുപോയി ഉടമ്പടി എടുപ്പിക്കാനുള്ള ഇതൊക്കെ ചെയ്തു തന്നെ. ഹിന്ദുക്കളായതുകൊണ്ടാണ് അവർ. അങ്ങനെയൊക്കെ ഒരുപാട് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഒത്തിരി ഈശോയുടെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകരാൻ എനിക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചതും എൻ്റെ കഴിവല്ല, അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി കൊടുക്കും. പിന്നെ രോഗികളെ ചെന്ന് കാണും. അവർക്ക് കഴിയാവുന്ന മരുന്ന് വാങ്ങുന്നതിനുള്ള പൈസയും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും പറയും, എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരിതുണ്ട് എന്ന് വെച്ചാൽ ദൈവമേ അവരെ ഒരുപാട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കണ്ട് നമ്മളെ ഉയർത്തിക്കൊള്ളും. പ്രാർത്ഥന വേണം എല്ലാവർക്കും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ കുമ്പസാരവും മാസത്തിൽ 15 ദിവസമാണെങ്കിൽ പോലും ഞാൻ 15 മാസത്തിൽ ഒരു ദിവസം എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും. കുർബാനയും ഞാൻ പണ്ടൊന്നും കുർബാനയ്ക്ക് ഞായറാഴ്ച പോയെങ്കിലായി എത്രയേ ഉള്ളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ദിവസവും ഞാൻ ദിവ്യബലിക്ക് പോകും. രാവിലെ അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകിട്ട് വരുന്ന വഴി ഞാൻ ലിത്യമ്പള്ളിയിലോ തുമ്പൊളിപ്പള്ളിയിലോ എവിടെയായാലും ഞാൻ കുർബാന കൂടാതെ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയില്ല. അസുഖം വന്ന് ഇപ്പോൾ ഈ 3-4 ദിവസം പനിയായതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ വലിയൊരു നഷ്ടമായിട്ട് ഞാൻ ഈശോയോട് മാപ്പ് പറയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പലതവണ ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ട് എൻ്റെ മക്കളില്ലാത്തതുകൊണ്ടൊക്കെ എനിക്ക് പറ്റിയില്ല. ഇന്നത്തെ ദിവസം എനിക്ക് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി. യേശുവിന് ആരാധന കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. സങ്കീർത്തനം 61:1-2 വചനങ്ങളാണ്. മനസ്സ് തളരുമ്പോഴാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ കഴിവുകൾക്ക് അതീതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ഉടമ്പടിയിലൂടെ നമ്മെ സുരക്ഷിതമായ ഒരു പാറയിലേക്കാണ് നയിക്കുന്നത്. ഉടമ്പടി ആത്മീയ ഉറച്ചിലേക്കുള്ള ഒരു പാറയാണ്. പാറ എന്നത് ദൈവത്തിൻ്റെ ഉറച്ച സംരക്ഷണവും ശക്തിയും ഒരു കൂടെയുള്ള ഒരു സാന്നിധ്യവുമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. സ്വന്തം ശക്തി കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തപ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ ധൈര്യവും ശക്തിയും എല്ലാം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. മേരി ഗ്രേസി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഹൈപ്പർ ആക്റ്റീവായ ഈ മകനെയും കൊണ്ട് ഈ മകൾ പറഞ്ഞതുപോലെ സ്കൂളിലും വീട്ടിലും നാട്ടിലുമെല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഒരു മിനിറ്റ് പോലും അനങ്ങാതെ നിൽക്കാൻ സാധിക്കാത്ത ഒരു മകനാണ് ആദർശ്. 3-ാം വർഷം 3-ാമത്തെ വയസ്സിൽ ജോസഫ് അച്ഛൻ്റെ തങ്കിപ്പള്ളിയിൽ രാത്രിയിൽ ആരാധനകൾ നടത്തുന്ന സമയങ്ങളിൽ ആ രാത്രി ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ കൊച്ചു മക്കളെയുമായിട്ട് ഈ അമ്മ പോവുകയാണ്. അന്ന് ആ രാത്രി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് ആദർശിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നു മുതൽ ആദർശിൻ്റെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആ ക്യാരക്ടർ മാറുകയാണ്. ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അമ്മ കണ്ണീരൊഴുക്കിയ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളെയുമായിട്ട് ഈ അമ്മ വന്നിരിക്കുകയാണ്. വളരെ നാൾ ബുദ്ധിമുട്ടി, വളരെയേറെ ഹോസ്പിറ്റലുകളിൽ പോയി, സ്കൂളിലും നാട്ടിലുമെല്ലാം ബുദ്ധിമുട്ടായിരുന്ന ഈ മകന് ഇന്ന് ഓമനപ്പുഴയിൽ ആദർശിനെ എല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ആദർശിനെ പറ്റി ഇന്ന് ആദർശിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമായത് ഈശോയുടെയും അമ്മയുടെയും ഒരു കൃപയാലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് അന്ന് ആ രാത്രി ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്
ഈ കുഞ്ഞിന് ആ ഹൈപ്പർ ആക്റ്റീവുള്ള ക്യാരക്ടറിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. നമുക്കറിയാം 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ഒരുപക്ഷെ അച്ഛൻ്റെ ആത്മീയതയിലുള്ള ആസ്തിയിലാണ് പരിശുദ്ധമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. രാത്രികാലങ്ങളിലുള്ള ആരാധനയും അച്ഛൻ ചെയ്തു കൂട്ടിയ ജപമാലകൾ, രാത്രി തോറുമുള്ള പ്രാർത്ഥനകൾ, വചനങ്ങൾ, വായനകൾ, ഈശോയുടെ മമ്മയുടെയും ചേർന്ന് ചിലവഴിച്ച സമയങ്ങൾ, ആ ആസ്തിയിൽ, ആത്മീയ ആസ്തിയിലാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ കൈവെപ്പ് ശുശ്രൂഷ അന്ന് ലഭിച്ചതും ആ ആസ്തിയിൽ കൂടെയാണ്. ആത്മീയ ആസ്തിയിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മീയ ജീവിതത്തിലെ ഒരു പങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഈ മകൾ 10 വർഷമായിട്ടൊരു സ്ഥലവും വീടുമില്ല. ആഗ്രഹിച്ചു, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയും അമ്മയും ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. പല പ്രാവശ്യവും പേര് കൊടുത്തിരുന്നു പഞ്ചായത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും, പക്ഷേ ഒന്നും ആയില്ല. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം കിട്ടുകയും പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം മാറ്റാനായിട്ട് വീണ്ടും ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാണുകയും അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കാശ് കൊടുക്കുകയും ചെയ്തു. ആ കാശ് ആ സ്ഥലത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 10 വർഷം മുൻപ് താൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട 25 ലക്ഷത്തിലേറെ ഒരു സാമ്പത്തിക കടബാധ്യതയാണ്. ആ സ്ഥലത്തിൻ്റെ ജപ്തി നോട്ടീസുമായിട്ടാണ് പിന്നീട് ഈ മകൾ വരുന്നത്. ജീവിതം മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല, കയ്യിൽ കാശില്ല, കടബാധ്യത, ജപ്തി പേപ്പർ, ഇനി എന്ത് ജീവിതം എന്നുള്ളൊരു സമയത്താണ് വീണ്ടും ഈ മകൾ പരിശുദ്ധമ്മയുടെ ഈ ആലയത്തിൽ വന്ന് അച്ഛനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, ജപ്തി നോട്ടീസ് അച്ഛനെ കാണിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മകളോട് പറഞ്ഞത് മോളെ പേടിക്കണ്ട എന്നാണ്. അങ്ങനെ അച്ഛൻ പറയണമെങ്കിൽ അത് അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. അമ്മ മാതാവും അച്ഛനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഉറപ്പിൽ അമ്മ പറഞ്ഞു കൊടുക്കാതെ അച്ഛനത് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മകള് മോളെ പേടിക്കേണ്ട എന്ന വചനം കേട്ട്, അച്ഛൻ്റെ ആ വാക്ക് കേട്ട് വിശ്വാസത്തോടെ തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം കേസിൻ്റെ ഫൈനലാണ്. അന്ന് ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് തന്നെ ആ ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ കേസ്, ഫൈനൽ കേസിൽ, ആ കേസിൽ നിന്ന് ഈ സഹോദരി മേരി ഡെയ്സിയെ ഒഴിവാക്കുകയായിരുന്നു. ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ നിലവിളി കേൾക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തകർന്ന ആ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണേ എന്ന് മേരി ഡെയ്സിയും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം തകർന്ന മനസ്സുമായി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഈ 2 മക്കളുമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹവുമായിട്ട് അപ്രാപ്യമായ പാറയിൽ കയറി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി മക്കൾക്ക് അതാണ് ഉറപ്പ്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെ ഉണ്ടായാലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മേരി ഡെയ്സിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ ആക്സിഡൻറ്റിൽ സംഭവിച്ചതും, ആക്സിഡൻറ്റ് സർജറി 2 സർജറിയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മെയിൻ സർജറിക്ക് പോയപ്പോൾ, ഓപ്പറേഷൻ പോയപ്പോൾ കിടത്തിയപ്പോൾ തന്നെ അന്നേരമാണ് മനസ്സിലാകുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഒരസ്ഥി കൂടിച്ചേർന്നതായിട്ട് കണ്ടത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയൊരു സാന്നിധ്യമാണ്, രോഗസൗഖ്യമാണ്. നമുക്ക് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു. ആദ്യമായി കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷികളാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിയ, ഇതെൻ്റെ ഭർത്താവ് സാൻഡൻ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എയ്സൽ, റൂഹ,
അയാൻ ലിയോ. ഞങ്ങൾക്ക് കഴിഞ്ഞ 6 കൊല്ലങ്ങളായി ഞങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷത്തോളം ഞങ്ങൾക്ക് മക്കളില്ലാതെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിനുള്ളിൽ 3 പ്രാവശ്യം ഞാൻ ക്യാരിയിങ് ആവുകയും 3 പ്രാവശ്യവും മിസ്കാരേജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സങ്കടത്തോടെയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഫസ്റ്റ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഇടയായത്. ഇവിടെ വന്നത് 2025 ജനുവരി 16-ാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഉടമ്പടി എടുത്തു, ഞങ്ങൾ പോയി. ആദ്യമായി ഞാൻ പിന്നീട് പുതുക്കാൻ വന്നതും മെയ്യിലായിരുന്നു. മെയ്യിൽ പുതുക്കി. എൻ്റെ മെയിനായിട്ട് ഞാൻ പറഞ്ഞതും ഞങ്ങൾക്ക് മക്കളില്ലാത്ത കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളാരും വെറുതെ വന്ന് സാക്ഷ്യം പറയരുതും, നിങ്ങൾ പ്രാർത്ഥിക്കുക, മാതാവ് മെഴുകുതിരിയിൽ അടയാളം തരും, അടയാളവുമായി വന്ന് നിങ്ങൾ സാക്ഷ്യം പറയുമെന്ന്. ആ ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊന്നും അങ്ങനെ അടയാളം കിട്ടാനുള്ള വലിയ അർഹതയൊന്നും ഇല്ല, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അന്ന് വെളുപ്പിന് 5:30 ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ എനിക്കൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ചെറിയൊരു രൂപം പോലെ എനിക്ക് ഉരുകി കിട്ടി. ആ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ഒരു രൂപം പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എന്തായാലും 6 കൊല്ലം ഞങ്ങൾ ഇരുത്തിയതല്ലേ, ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് തരാമായിരുന്നു, ഒരു രൂപം കൂടെ തരാമായിരുന്നു എന്ന് ചോദിച്ചു. അടുത്ത ദിവസം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സെയിം എനിക്ക് ആദ്യം എന്ത് കിട്ടിയോ അതുപോലത്തെ തന്നെ ഒരു രൂപം എനിക്ക് അന്നും മെഴുകുതിരിയിൽ ഉരുകി കിട്ടി. മെയ്യിൽ ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി. ജൂണിൽ എൻ്റെ പ്രഗ്നൻസി ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രഗ്നൻസി പോസിറ്റീവായി. അതിന് 3 പ്രാവശ്യം എനിക്കിതുപോലെ അബോട്ടായതുകൊണ്ട് ഞങ്ങൾ ഉടമ്പടിയും തൈലം ഉപയോഗിച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച് എൻ്റെ വയറിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ചെന്നപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ്. ബേബീസ് അത്ര വിസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഡോക്ടർ എനിക്ക് ഒരു ബേബീനെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് വേറൊരു ബേബീനെ കാണിച്ചു തന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് മെഴുകുതിരിയിൽ ഒരുക്കി കിട്ടിയതായിരുന്നു. പക്ഷേ എന്നാലും അവിടെ ചെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അൺകൺട്രോൾഡ് ആയിരുന്നു എൻ്റെ ഹാപ്പിനെസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ സ്കാനിങ്ങിൽ ചെല്ലാൻ നേരത്തും ഓരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോൾ എപ്പോഴും കാശ് രൂപം കയ്യിൽ കരുതുമായിരുന്നു. ഉടമ്പടി തൈലം വെച്ച് എൻ്റെ വയറിൽ കുരിശ് വരക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഓരോ ഫസ്റ്റ് സ്കാനിങ്ങിൽ പോയപ്പോഴത്തേക്കും എൻ്റെ മോള് കിടന്നത് അവിടെ ബ്ലഡ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കുട്ടീനെ കിട്ടാൻ സാധ്യതയില്ലെന്ന് എൻ്റെ പാരൻസിനോട് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് റിക്കവർ മാറിയാണ് ചെയ്തത്. നെക്സ്റ്റ് സ്കാൻ ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ട്വിൻ ബേബി ആയിരുന്നതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ബേബിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പിറ്റേ പ്രാവശ്യത്തെ സ്കാനിങ് ആയപ്പോഴത്തേക്കും അതും മാറി. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ഫുൾ ഹോപ്പ് എനിക്കിവിടെ ഉണ്ടായിരുന്നത് മാതാവിലായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. ഒരു പേടിയും ഇല്ലാതെയാണ് ഞാൻ ഓരോ സ്കാനിങ്ങിലും പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാമിലിയിൽ വേറെ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്കതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല, കാരണം ഓക്കെ ആയിരിക്കും, എല്ലാം ഫൈനായിരിക്കും, അങ്ങനെ തന്നെ വിശ്വസിച്ചാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഒരു സ്കാനിങ്ങിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ബേബിയുടെ കിഡ്നിക്ക് എല്ലാം എൻ്റെ ഈ ബേബിക്കാണ് എയ്സൽ റൂഹക്കായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വന്നപ്പോഴത്തേക്കും കിഡ്നിക്ക് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഈ ബേബിക്ക് വരുന്നുണ്ട്, നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ടെർമിനേഷനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ, അതും 1-2 വർഷമല്ല 6 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയതാ, മാതാവ് തന്നതാ, ഒട്ടും
ഒരൊട്ടും പറയിടായിരുന്നില്ല. അതും ഗ്രാജുവലി ഞങ്ങൾക്ക് മാറി. പറയാനാണെങ്കിൽ ഞാൻ ജനുവരി 16, 2025 ഉടമ്പടി എടുത്തു. ജനുവരി 17, 2026 ഞാൻ എൻ്റെ ബേബിക്ക് 2 ബേബികൾക്കും നല്ല ആരോഗ്യത്തോടെ ജന്മം നൽകി. അതൊക്കെയെല്ലാം എനിക്കെൻ്റെ മാതാവ് എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങളാണ് തിരുക്കുമാരൻ്റെ കയ്യിൽ നിന്ന്. ഞങ്ങളിത് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ വരെ ഒരു പ്രശ്നവുമില്ല. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറയാനാണെങ്കിൽ ഇവിടുന്ന് പത്രങ്ങളെല്ലാം കൊണ്ടുപോയി എന്നാൽ കഴിയുന്ന വിധത്തിൽ എല്ലാ വീടുകളിലും തന്നെ ഞാൻ പേപ്പർ കൊടുത്ത് തീർക്കുമായിരുന്നു. ബാക്കി വരുന്നത് ഞങ്ങൾ കുർബാന കഴിയാൻ നേരത്ത്, കുർബാന കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായിക്കുമായിരുന്നു. അത് ഓൺലൈൻ വഴിയാണെങ്കിലും ഇപ്പോൾ കാണുന്ന ഓരോ വീഡിയോസ് അങ്ങനെയുള്ള ഇതിലാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ ജെന്യൂനിറ്റി നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു. ആത്മീയ ജീവിതം ഞാൻ ഡെയിലി ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കതിൽ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി ബൈബിൾ വായിക്കും. ഒറ്റക്കൊരു കൊന്ത ചെല്ലും. കൊന്തയൊന്നും ഞാൻ അങ്ങനെ ഒറ്റക്കങ്ങനെ ചെല്ലില്ല. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൊന്തയല്ലാതെ വേറൊരു കൊന്ത ഞാനങ്ങനെ ചെല്ലിയിരുന്നില്ല. എനിക്കതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടുന്ന നേരങ്ങളിലൊക്കെ എല്ലാം ഞാൻ കൊന്ത ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. ഞാൻ മെയിൻലി കുക്കിങ്ങിനൊക്കെ നിൽക്കുന്ന ടൈമിൽ മുമ്പ് പാട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതും. എല്ലാ കാര്യങ്ങളിലും ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ദേവമാതാവിനോട് തിരുക്കുമാരനോടും തീരാത്ത ഒത്തിരി നന്ദി ഞങ്ങൾ പറയുന്നു. ഒരിക്കൽ കൂടി ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഒരു കഴിവിനാൽ ഞങ്ങൾക്ക് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കരുണയാൽ മാത്രം കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കിത്. ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും ഞങ്ങളിത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാനിവിടെ വന്നത്. അവൾക്കും ഇതുപോലെ തന്നെ കുട്ടികളുണ്ടായിരുന്നില്ല. ആഫ്റ്റർ 7 years അതിന് ശേഷമാണ് കുട്ടികളുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ് ഞാൻ വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അനുഭവം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര വണ്ടറാണ്. ചോദിക്കും, ഇത്രയും താമസിച്ചാണെങ്കിലും ഇരട്ട കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ എന്ന്. അത് ഞാൻ പറയുകയും ചെയ്യും. എനിക്കത് വെറുതെ കിട്ടിയതല്ല, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ്. അത് ഞങ്ങളുടെ ഒരു കഴിവുമല്ല, ഞങ്ങൾക്ക് ദൈവത്താൽ കിട്ടിയ ഒരു കഴിവാണ്. ദൈവം തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ പറയും. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വചനമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ പലപ്പോഴും നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ നിയോഗമായി സമർപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവിൽ പറ്റാവുന്നതാണെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ മക്കളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. റിയ സാൻറ്റോൺ പറഞ്ഞ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തെ വരുന്നത് ഇവർ കൃപാസനത്തിൻ്റെ മുറ്റത്തുള്ളവർ തന്നെയാണ്. പക്ഷെങ്കിൽ കൂട്ടുകാരി 7 വർഷം കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തതിന് ശേഷം ആ കൂട്ടുകാരിയാണ് റിയയോട് പറഞ്ഞത് ഉടമ്പടി എടുക്കുക എന്ന്. അങ്ങനെയാണ് റിയയും ഹസ്ബൻഡും പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് പോലെ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഉടമ്പടിയിലെ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. റിയയുടെ ജീവിതത്തിൽ 6 വർഷം സാധ്യമാകാത്ത കാര്യമാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് 16-ാം തീയതി ജാനുവരി 2025 ഉടമ്പടി എടുത്തത്. മെയ് 19 വന്ന് പുതുക്കിയതിന് ശേഷം 1 മാസത്തിനുള്ളിൽ റിയ കൺസീവ് ആവുകയാണ്.
അതും ഒരടയാളമായിട്ട് തന്നെ പ്രിയ ചോദിക്കുകയാണ്. അങ്ങനെയാണ് തിരിയിൽ ഒരു അമ്മയും കുഞ്ഞിൻ്റെ രൂപം തെളിഞ്ഞു വന്ന് അത് മെഴുകുതിരിയിൽ നിന്ന് അടർന്നു വീണത്. അപ്പോൾ തന്നെ റിയ ചോദിച്ചു, ഒരു കുഞ്ഞിനെ കൂടെ കിട്ടുമോ അമ്മയെ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോഴും അതുപോലെ തന്നെ മെഴുകുതിരിയിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അപ്പോഴാണ് റിയയ്ക്ക് മനസ്സിലായി, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന്. പിന്നീട് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പും കഴിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഡ്യൂറിങ് ദ പ്രഗ്നൻസി അല്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിയുടെ തലയിൽ വെള്ളക്കെട്ടുണ്ടെന്നും കിഡ്നിയിൽ കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അതൊന്നും കണ്ടില്ല. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വളരെ ശക്തമായിട്ട് തന്നെ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾ ജാനുവരി 17 2026 കുഞ്ഞുങ്ങൾ ജനിച്ചത്. നമുക്കറിയാം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും 7 എന്ന നമ്പർ കാണുമായിരിക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ജനിച്ചത് 17 ജാനുവരി 2026. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ തിരിയിൽ കാണിച്ചു തന്ന രൂപങ്ങളും അമ്മയുടെ സാന്നിധ്യവുമെല്ലാം ഈ മക്കളോട് ഒരു കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാൻ വരെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം കൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെയുള്ള ഉപയോഗത്താലാണ് ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-22 പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ അസാധ്യമായ ഒന്നുമില്ല. വൈകിയാലും ദൈവം വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. കൃപാസന മരിയൻ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം ഉറച്ച വിശ്വാസത്തോടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഡെൽമി, ഞാൻ പള്ളിക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അനൂപ്, ഇതെൻ്റെ ഇളയ മകൻ ഡെൽവിൻ തോമസ് അനൂപ്. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ കടന്നു വരുന്നത് എൻ്റെ ഒരു ചേച്ചി വഴിയായിട്ടാണ്. ചേച്ചി എന്നോട് പറയും, നീ പോയി പ്രാർത്ഥിക്ക്, നിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നാൽ സാധിക്കും, നീ മക്കൾക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുമായിരുന്നു. അന്ന് പക്ഷേ ഞാൻ കരുതി എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നമ്മളെന്തിനാ ഇനി അവിടെ പോയി പ്രാർത്ഥിക്കണേ എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പിന്നീട് അമ്മ അതെനിക്ക് മാറ്റി തന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതോടുകൂടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് പല സാങ്കേതിക കാരണങ്ങളാലും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ആദ്യം ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ കിട്ടിയിരുന്നു. ഞാൻ അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2025 ജൂലൈ 24 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ ഈ ഇളയ കുഞ്ഞ് സ്റ്റെയറിൻ്റെ മേളിൽ കയറി. അതിൻ്റെ ഹാൻഡ് റെയിലിൽ ഇവർ കയറി കളിക്കുന്ന ഒരു പതിവ് ഇവർക്കുണ്ട്. പക്ഷേ ഇവർ സുഖമായിട്ട് ഊർന്നിറങ്ങുകയും കളിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവനത് കയറി ഒരു 8 അടി ഹൈറ്റിൽ ഹാൻഡ് റെയിലിൽ നിന്ന് അവൻ നേരെ തറയിലോട്ട് തലയടിച്ചാണ് താഴെ വീണത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. കൊച്ചു കരയണു. നമ്മൾ പിന്നെ എടുക്കുമ്പോൾ കൊച്ചിൻ്റെ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ് കുഞ്ചി തൂങ്ങിക്കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് കണ്ടത് വേഗം തൈലമാണ്. ഞാൻ വേഗം തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്തു. വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ കഴുത്തേൽ പുരട്ടി അവൻ്റെ നെറുകയിൽ കുരിശു വരച്ചു. അത് കഴിഞ്ഞു ഉടമ്പടി വസ്തുവായ ഉപ്പ് അവന് നാക്കിൽ വെച്ചു കൊടുത്തു, തേനും വെച്ചു കൊടുത്തു. നിമിഷങ്ങൾക്കകം അവൻ തല പൊക്കി കഴുത്ത് നേരെ പിടിച്ചു. താഴെ നിൽക്കൂലായിരുന്നു. അവൻ കാല് താഴെ കുത്തി. പക്ഷെ എങ്കിലും ഇവനിങ്ങനെ കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ എനിക്ക് ഇത്തിരി കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും, കുഴപ്പമില്ല. പക്ഷെ ഇവൻ ഉറക്കത്തിൽ നിന്ന് 5 മിനിറ്റ് കൂടി എഴുന്നേക്കും. തലവേദന എടുക്കണു.
തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് കരയുക. തലയുടെ വലത് സൈഡ് അവൻ്റെ മുഴച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പം തന്നെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തൊട്ടടുത്തുള്ള സാമ്രാജ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ ഉറങ്ങി പോവുക, ഇവൻ്റെ യാത്രയിലൊക്കെ ഇവൻ അവിടെ എത്തുമ്പോഴത്തേനും ഇവൻ ഉറങ്ങി പോവുക. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാ സിംറ്റം? ഞാൻ പറഞ്ഞു ഇവനിങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട്, വേറെ എന്തെങ്കിലും കാണിച്ചു? ഞാൻ പറഞ്ഞു വേറെ ഉറങ്ങി പോണു, വേറെ ഒന്നുമില്ല. ഛർദ്ദിച്ചോന്ന് ചോദിച്ചു. അപ്പം ഛർദ്ദിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പക്ഷേ ഈ സിംറ്റം അത്ര നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കൊച്ചിനെ രാജഗിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കോ, അവിടെ നല്ല ന്യൂറോ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ മടക്കി വെച്ചു. അവർ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നിമിഷങ്ങൾക്ക് അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ കോലഞ്ചേരിയിലേക്ക് മെഡിക്കലിലോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളങ്ങനെ മെഡിക്കലിൽ ചെന്നു. ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് സിംറ്റം? കൊച്ചു ഛർദ്ദിച്ചു, കൊച്ചു ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു 4 മണിക്കൂർ നമുക്ക് ഇവരെ ഒബ്സർവേഷനിൽ വെക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വേണമെന്ന് അപ്പം തീരുമാനിക്കാം. CT സ്കാൻ കുഞ്ഞായതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, റേഡിയേഷൻ കൂടുതലായിട്ട്, നിങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊന്ത ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവേ ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത്, അതിപ്പോൾ ഇവ ഛർദ്ദിച്ച കാരണം ഒരു ഇഞ്ചക്ഷൻ അവനെടുത്തു ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാതാവിനോട് ഇനി അവൻ്റെ മേത്ത് ഇനി ഒന്നും ചെയ്യാനായിട്ട് മാതാവ് ഇടവരുത്തിയേക്കരുത്, ഒരു സ്കാൻ ചെയ്യാനോ ഒരു മരുന്ന് പോലും, ഒരു പോറൽ പോലും ഇനി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് പറ്റില്ല, ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയേക്കാമേന്ന് നേർന്നു. ഇത് കഴിഞ്ഞ് അവൻ കിടന്നങ്ങ് ഉറങ്ങി. ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇവൻ എഴുന്നേറ്റു. പിന്നെ നടന്നത് അത്ഭുതമായിരുന്നു. പിന്നെ അവൻ അത്ര നേരം മിണ്ടില്ല, കണ്ണ് തുറക്കില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല, ഒന്നുമില്ലാതിരുന്ന കുഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ പഴയതുപടിയായി. എങ്ങനെയാണോ എൻ്റെ കുഞ്ഞ് പണ്ട് നടന്നിരുന്നത് അതുപോലെ അവൻ താഴെ ഇറങ്ങാൻ തുടങ്ങി, ഓടിക്കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവന് ഭക്ഷണം കൂടി മേടിച്ചു കൊടുക്ക്, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷണം കൊടുത്തു, അവന് ഒരു കുഴപ്പമില്ല. 4 മണിക്കൂർ ഒബ്സർവേഷനിലിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഒരു പ്രശ്നമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വിട്ടു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞങ്ങൾ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഭർത്താവിന് ഒരു രോഗസൗഖ്യം കിട്ടി. കാലിലൊരു വ്രണം ഉണ്ടായിരുന്നു, 5-8 മാസത്തിന് മേളിലായൊരു വ്രണ, ചുമ്മാ ഒന്ന് കടിച്ച് മാന്തി പൊട്ടിയതാണ് കാലിൽ. അത് എന്ത് ചെയ്താൽ ഉണങ്ങില്ല. നമ്മൾ കുറേ ഓയിൽമെൻറ്റുകൾ സാധനങ്ങളൊക്കെ പുരട്ടി, പക്ഷേ ഇത് ഒരിക്കലും മാറണില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും ആ വ്രണത്തിൻ്റെ വലിപ്പം കൂടി വലുതായി വരുന്നതല്ലാതെ അതിനകത്തൊരു മാറ്റവും സംഭവിക്കുന്നില്ല. വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേൻ കഴിക്കാൻ കൊടുത്തു, ഉപ്പും തൈലവും കാലയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ രോഗസൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ മാതാവിന് 1000 നന്ദി. ഇതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നന്ന് ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഹസ്ബൻഡും 4 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഓട്ടോയാണ് ആൾക്ക് സ്വന്തമായിട്ട് ഓട്ടോ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോവില്ല. അപ്പം മാതാവിനോട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ഒരു വരുമാന മാർഗം, അതൊരു ജോലി ഞാൻ മാതാവിനോട് നിയോഗം വെച്ചു. ഇവിടെ നിയോഗം വെച്ചിട്ട് പോയി 90 ദിവസത്തെ കാലാവധി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് വീട്ടിലിരുന്ന് എനിക്ക് ജോലി ചെയ്യാൻ മാതിരിയുള്ളൊരു സൗകര്യം ഒരുക്കി തന്നു. എനിക്കൊരു ജോലി കിട്ടി. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാലറി ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിന് നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വീടുകൾ കയറി ഇറങ്ങി നടന്ന് കൊടുക്കുമായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. ചൊവ്വാഴ്ചയിൽ ഉടമ്പടി ധ്യാനം, സാക്ഷ്യം കേൾക്കാന്ന് പറഞ്ഞൊരു ഹരമായി തീർന്നു സത്യം പറഞ്ഞാൽ. രാവിലെ ഇവരെ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സാക്ഷ്യം കേൾക്കാനിരിക്കും. എത്ര സാക്ഷ്യം കാണുന്നു, അത് ഷെയർ ചെയ്യുന്നു, ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുന്നൊന്നും പറയാൻ വയ്യ, അത്രയധികം സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. സാക്ഷ്യങ്ങളാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചത്. അതിന് അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പോകും,
പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് അവിടെയൊക്കെ പോയിട്ട് അവരുടെ കൂടെ കുറേ സമയം ഞങ്ങൾ ചിലവഴിക്കും. ഒരു സ്ഥലത്ത് തന്നെയായിട്ട് പോകാറില്ല. എനിക്ക് ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിൽ പോകണം, ഓരോരുത്തരെ കാണണം. എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ ഞാൻ പോകാറുള്ളൂ. അവരും കാണണം നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. ദൈവം നമുക്ക് തന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടി തന്നെ പോകാറ്. അവിടെ ചെല്ലും, അവരുടെ അടുത്ത് കുറേ നേരം സംസാരിക്കും. അവർക്ക് വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ക്ലീനിങ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവർത്തികൾ. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 66 9 വാക്യം. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡെൽമി അനൂപ് പള്ളിക്കര തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് അറിയുവാനും ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം ഇവങ്ങളുടെ വാക്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. അനുഭവ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, ഇളയ കുഞ്ഞിന് 8 അടിയിൽ നിന്ന് താഴേക്ക് വീണുപോയതാണ്. അതിനെ തുടർന്നാണെങ്കിലും നമുക്ക് ഡെൽമിയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് സാധിക്കുക വളരെയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അത് വളരെയേറെ ഒരു ടെൻഷനിലൂടെയാണ് ആ ഒരു സമയം മുഴുവനായിട്ട് കടന്നു പോവുകയും ചെയ്തത്. എന്നാൽ ഉടമ്പടിയിലായിരുന്നത് കൊണ്ടും പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ കുഞ്ഞിനെ യാതൊരു വിധമായ ആപത്തും കൂടാതെ കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ തിരികെ നൽകുകയും ചെയ്ത്, അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ രോഗസൗഖ്യവും കുറേ നാളായിട്ട് കൊണ്ട് നടന്നിരുന്ന വ്രണം അത് പൂർണ്ണമായിട്ട് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി അത് പൂർണ്ണമായൊരു രോഗസൗഖ്യമായിട്ട് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി അത് ഓൺലൈനായിട്ട് അത് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അത് അനുഗ്രഹം ലഭിക്കുകയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ സാക്ഷ്യം കേൾക്കുക. കാരണം സാക്ഷ്യം കേൾക്കുമ്പോൾ കൂടുതലായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ഈ കുടുംബത്തെ നിരവധിയായിട്ട് പരിശുദ്ധമ്മയുടെ അനുഗ്രഹം കൂടുതലായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ഈയുള്ള യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീബ ജോസഫ്. ഞാൻ വൈക്കം ചെമ്മനത്തകര സെൻറ്റ് ആൻ്റണീസ് ഇടവാംഗമാണ്. ഞാൻ 2024 ഏപ്രിൽ 1 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ജർമ്മൻ്റെ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെ എക്സാം ഡേറ്റ് എടുത്തു കഴിഞ്ഞാണ് ഞാനും അമ്മയും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഏപ്രിൽ 4 ആദ്യത്തെ എക്സാം. ആ എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ആ ഒരു അഹങ്കാരത്തോടും എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ 2ാമത്തെ മൊഡ്യൂളിൻ്റെ ഡേറ്റ് എടുത്തു. പക്ഷേ അത് ഞാൻ 3 മാർക്കിന് ഫെയിലായി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കൊന്ത ചെല്ലാൻ മടിയായിരുന്നു. പിന്നെ കൊന്തയൊക്കെ ചൊല്ലി 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി ധ്യാനം കൂടി അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ 2ാമത് ബാംഗ്ലൂർ ജനുവരി 27 അടുത്ത മൊഡ്യൂളിൻ്റെ എക്സാമിന് ഡേറ്റ് എടുത്തു. വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. ഞാനത് ആ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ 4ാമത്തെ മൊഡ്യൂളിന് ഡേറ്റ് എടുത്തു. എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. പ്രിപ്പറേഷൻ ക്ലാസ് നടക്കുന്നതിനിടയിൽ ക്ലാസ് എടുക്കുന്ന ചേച്ചി എനിക്കൊരു ഏജൻസിനെ പരിചയപ്പെടുത്തി തന്നു. ആ ചേച്ചി ആ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ 3 മൊഡ്യൂൾ വെച്ച് നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ഇടയിൽ 4ാമത്തെ മൊഡ്യൂളും കൂടി എഴുതിയെടുത്താൽ മതി എന്നായിരുന്നു. അപ്പം 50,000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചു. ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. നവംബർ ലാസ്റ്റോടുകൂടി കോൺട്രാക്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമേ ഇൻ്റർവ്യൂ കാണും, ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കൂടുതൽ ഭാഗ്യമൊന്നുമില്ല, അതുകൊണ്ട് എന്തായാലും ഇൻ്റർവ്യൂ കാണുമെന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ ഇല്ല, ഡയറക്റ്റ് കോൺട്രാക്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നവംബർ ലാസ്റ്റായി, ഡിസംബർ ലാസ്റ്റായി, ജനുവരി ഫെബ്രുവരി കോൺട്രാക്റ്റ് ഇതുവരെയും തന്നില്ല.
അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ഫെബ്രുവരി ലാസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഫെബ്രുവരി ലാസ്റ്റായിട്ടും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഏജൻറ്റ് വിളിച്ചിട്ട് വേറൊരു ഓപ്ഷൻ പറഞ്ഞു. പക്ഷേ അതിന് ബ്ലോക്ക് എമൗണ്ട് കാണിക്കണമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് അത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് അന്നേരം കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ വഴി നോക്കണ്ട എന്നുള്ളൊരു രീതിയിലിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിന് ആ ഫുൾ എമൗണ്ട് തന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ആ ഫുള്ള് ബ്ലോക്ക് എമൗണ്ട് കാണിക്കാൻ പറ്റി. പിന്നെ അതിനുള്ള ആ സീക്കർ വിസയ്ക്കുള്ള ബാക്കി പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. മാർച്ച് 12-ാം തീയതി എനിക്ക് വിസയ്ക്ക് ഏജൻറ്റ് ഡേറ്റ് എടുത്ത് തന്നു. പക്ഷേ 6 ദിവസത്തിനുള്ളിൽ എനിക്ക് ഡിസ്പാച്ച് മെയിൽ വന്നു. വിസ പോയി പാസ്പോർട്ട് പോയി കളക്ട് ചെയ്തപ്പോൾ അതിനകത്ത് റിജക്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥനകൾ കൂട്ടി നല്ലപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് മാതാവ് 7-3 എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു തന്നു. അന്നേരത്തേക്കും അതിൻ്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നുകൊണ്ട് ഏജൻറ്റിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഞങ്ങൾക്ക് വിളിച്ച് തിരക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഏജൻറ്റ് മാതാവ് എനിക്ക് തന്ന 3 എന്ന ഡേറ്റിൽ തന്നെ എനിക്ക് വിസയ്ക്കുള്ള അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. മാതാവ് അത് കഴിഞ്ഞ് എനിക്ക് അടുത്തൊരു ഡേറ്റും കൂടെ തന്നു, 7 എന്നുള്ളൊരു ഡേറ്റ്. അങ്ങനെ ജൂലൈ 7-ാം തീയതി എനിക്ക് എൻ്റെ വിസയുടെ ഡിസ്പാച്ച് മെയിൽ വന്നു. അപ്പോൾ 9-ാം തീയതി ഞാനത് പോയി കളക്ട് ചെയ്തു. അതിലെനിക്ക് എൻ്റെ വിസ അപ്രൂവ്ഡ് ആയിരുന്നു. കൂടെയുള്ള എല്ലാവരുടെയും റിജക്ഷനായി, എനിക്ക് മാത്രമാണ് അപ്രൂവായി കിട്ടിയത്. ഞാൻ വിസയുടെ ഓഫീസിൽ ചെന്നപ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു, രോഗികളെ സന്ദർശിക്കുമായിരുന്നു, ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കൊന്ത ചെല്ലാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കുറേ ഉണ്ടല്ലോ, കുറേ സമയം എടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെല്ലാറില്ല. പക്ഷെ ഞാൻ അതൊക്കെ ചെല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പേഴ്സണലായിട്ട് പ്രെയർ ചെല്ലാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റീബ ജോസഫ് വൈക്കം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുക, തനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുവാനും ജർമ്മനിലേക്ക് പോകുവാനുള്ള വലിയൊരു അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചതാണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സായെങ്കിലും എന്നാൽ തുടർന്ന് തൻ്റെ കഴിവിൽ തൻ്റെ മെറിറ്റിൽ താൻ ആശ്രയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ടാണെങ്കിലും അത് പൂർണ്ണമായിട്ടൊരു ചില തടസ്സങ്ങളിലൂടെ കൊണ്ടുപോയെങ്കിലും അത് ഈ മകൾക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്തത് അവിടുത്തെ കൃപയാൽ ഈ മകൾക്ക് ലഭിച്ചെന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ്. കാരണം ഓരോ കടമ്പയിലൂടെ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ മകളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുവാനും വ്യക്തിപരം പ്രാർത്ഥനയിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചിരുന്നത്. കാരണം പല കാര്യങ്ങളിൽ വിസ റിജക്ഷനൊക്കെ വരുമ്പോഴും അത് പൂർണ്ണമായിട്ടും ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴും തൻ്റെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുമ്പോഴും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായി കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ജർമ്മനിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പാണെങ്കിലും പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും അത് പരിശുദ്ധ അമ്മ മറ്റു മനുഷ്യരുടെ ആണെങ്കിലും വലിയൊരു സഹായമായിട്ട് കടന്നു വരികയും ചെയ്തു. ഇനി ഈ മകൾ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും ഇനി ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൽത്താരയിൽ ഉയർത്തണമേ.